ആ അമ്മ ഇതപ്പോ ഒന്ന് വിളിക്കായിരുന്നില്ലേ? ഞാൻ നമ്മുടെ ഗീതയുടെ മോളുടെ കല്യാണം ഉറപ്പിയതായിരുന്നു. അതിന് പോയിട്ടുണ്ടായിരുന്നു. ആണോ? അത് ശരി. ചായ കുടിച്ചോ? പിള്ളേര് സമ്മർ ക്യാമ്പിന് പോയമ്മ. 2 മണിക്കൂറേ ഉണ്ടാവുള്ളൂ, അപ്പോഴേക്ക് എത്തും. ചായ കുടിച്ചോ? ആഹാ. ആ പറ അമ്മ, വിശേഷം പറ. കല്യാണം ആ ആ ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു എന്നും. പിന്നെ പയ്യൻ ഇപ്പൊ MBA കഴിഞ്ഞ് പ്ലേസ്മെന്റ് ഓസ്ട്രേലിയയിലാണ് കിട്ടിയത്. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോൻ, വേറെ ബാധ്യതകളൊന്നുമില്ല. പിന്നെ പെണ്ണിന്റെ വീട്ടിലാരെ അറിയാലോ. ചേട്ടൻ അമേരിക്കയിൽ തന്നെ സെറ്റിലായി. അച്ഛനും അമ്മയും പെണ്ണും സെറ്റ്. പിന്നെ പെണ്ണിനെക്കാളും ചെറുക്കന് ഉയരമുണ്ട്. രണ്ടുപേരും കാണാൻ വെളുത്തിട്ട സെറ്റ് സെറ്റ്. ഇന്ന് അവിടെ വന്നൊരു അമ്മാവും പറഞ്ഞ കാര്യമായിരുന്നു. അല്ല, ഞാൻ ആലോചിക്കുന്നത്, എനിക്കത് കേട്ടപ്പോ ചിരിയാ വന്നേ. പണ്ട് 20 വർഷം മുമ്പ് എന്റെ കല്യാണം ആലോചിച്ചപ്പോഴും ഇതേ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതിനൊന്നും ഒരു മാറ്റവും ഇല്ലമ്മ. എന്ത് മാറാനെന്നോ? ഇതൊക്കെയാ ഒരു കല്യാണത്തിന് ആലോചിക്കുമ്പോ ഇതൊക്കെയാണോ ചോദിക്കേണ്ടത്? ഇവനിപ്പം ഓസ്ട്രേലിയ പോകുന്നതല്ലേ ഈ പയ്യൻ. അവളാണെങ്കിൽ MBA സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അവളെ വീടിന്റെ അടുത്ത കോളേജ്. അച്ഛന്റെ അമ്മയും പയ്യന്റെ അച്ഛനും അമ്മയും കണ്ടിട്ട് കുറച്ച് പ്രായമുണ്ട്. ചിലപ്പോ അവർക്കൊരു കൂട്ടിന് വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിലോ. ഇവക്ക് ഇവളെ വീട്ടിൽ നിൽക്കാനായിരിക്കും ഇഷ്ടം. അപ്പൊ അക്കാര്യം സംസാരിക്കണ്ടേ? പിന്നെ അവന് ചിലപ്പോ പഠിക്കാനായിട്ട് വല്ല ലോണോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവളെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇവളെ കൂടെ ഓസ്ട്രേലിയ കൊണ്ടുപോകണമെന്നാ ഇവളെ അച്ഛന്റെ അമ്മയുടെ ഒരു തോട്ട്. അത് തോട്ടായിട്ടിരുന്നാ പോലല്ലോ, സംസാരിക്കണ്ടേ? അവനല്ലപ്പോ താല്പര്യമില്ലെങ്കിലോ? ഇതൊന്നും സംസാരിക്കാതിരുന്ന പയ്യൻ നിന്ന് അധികം സംസാരിച്ചൊന്നുമില്ല. ഒരു ഒതുങ്ങിക്കൂടിയ പ്രകൃതം പോലെ തോന്നി. ഇവളാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവാ. റീൽസും ഒക്കെ ഇട്ട് ഡാൻസും പാട്ടുമായിട്ട് നടക്കുന്നതാ. അവൻ അവന്റെ പ്രൈവറ്റ് ലൈഫ് പബ്ലിക്കിലാക്കാൻ താല്പര്യമില്ലാത്ത ഒരു പയ്യനാണെങ്കിലോ? അപ്പൊ അത് സംസാരിക്കണ്ടേ? പിന്നെ കുട്ടികളെ കുറിച്ച് സംസാരിക്കണ്ട. എത്ര വർഷം കഴിഞ്ഞ് വേണം കുട്ടികള്, എത്ര കുട്ടികള്, അതിന്റെ ഒരു പ്ലാനിങ് എന്തിനാ നെറ്റിച്ചൊളിക്കുന്നേ? അത് സംസാരിക്കണ്ട. അതിപ്പോ പൊതുവായിട്ട് സംസാരിക്കണം എന്നില്ല. ഈ കാര്യങ്ങൾ അവനും അവൾക്ക് സംസാരിക്കാമല്ലോ. ഈ നാട്ടുകാരും വീട്ടുകാരും എല്ലാരും കൂടി കല്യാണം അർപ്പിച്ചിട്ടേ പിന്നെ അങ്ങോട്ട് ജീവിക്കേണ്ടത് ഇവരല്ലേ. അപ്പൊ ഇവർക്ക് സംസാരിച്ചത് എന്താ കുഴപ്പം? എന്ത് ശരിയാവും അമ്മ പറയുന്നേ? കല്യാണത്തിന് ശേഷം ശരിയാവുകയല്ല അമ്മ ചെയ്യുന്നത്. ഒരാള് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്, വേണ്ടെന്ന് വെക്കുക ചെയ്യുന്നത് അവരുടെ സന്തോഷങ്ങള്. എന്റെ കല്യാണം കഴിഞ്ഞ് അപ്പോഴിന്റെ വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ അറിയുന്നത് അപ്പോഴിനും വീട്ടുകാരും പക്ക വെജിറ്റേറിയൻസ് ആണെന്ന്. ഓ, ഈ ബോംബ് വന്ന് വീഴത്തില്ലേ, അതായിരുന്നു എനിക്ക്. ഇന്നേ വരെ, ആ നിമിഷം വരെ ഒരു വറുത്ത മീനോ മുട്ടയോ ഒന്നും ഇല്ലാതെ ഫുഡ് കഴിക്കാത്ത ഞാൻ ഇതറിഞ്ഞാൽ ഞാൻ തകർന്നു പോയില്ലേ. അപ്പോഴും അമ്മ ഇത് തന്നെ പറഞ്ഞത്, ശരിയാകും. എന്ത് ശരിയാവാൻ? ഒന്നും ശരിയായില്ല. കണ്ണു വെട്ടിച്ച് ഒരു ഫ്രൈ ഓർഡർ ചെയ്ത്, ഒരു ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്ത് കഴിച്ചതിന് അവരെ വീടിന്റെ അന്തസ്സും അഭിമാനവും അടിവാരം വരെ ഞാൻ തകർത്തു എന്നും പറഞ്ഞായിരുന്നു അപ്പോൾ എന്റെ അമ്മാർ തന്ന് ബാളുണ്ടാക്കിയത്. കേൾക്കുന്നവർക്ക് ഇതൊക്കെ വളരെ സിമ്പിളാ. ഓ, ഇതൊക്കെയാണോ? പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ പാട് മനസ്സിലാവത്തുള്ളൂ. അമ്മ, ഭക്ഷണം എന്ന് പറയുന്ന ഒരാളുടെ ബേസിക് നീഡാണ്. അത് അവനോന് ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കാനോ കഴിക്കാനോ പറ്റാത്ത സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അത് 1-2 ദിവസമല്ല അമ്മ, 10-15 വർഷമാ. ഈ കല്യാണം കഴിഞ്ഞിട്ട് ശരിയാവുമെന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, അത് ശുദ്ധ അസംബന്ധം. അത് പറയുന്നതിനെ പിടിച്ചിരിക്കണം. കല്യാണം കഴിഞ്ഞാൽ ഒന്നും ശരിയാവത്തില്ല. പിന്നെ വേണ്ടെന്ന് വെക്കുന്നതാ, പോട്ടേന്ന് വെക്കുന്നതാ. അപ്പോഴിന്റെ അമ്മയും മരിച്ച് ഉള്ള ഷെയറും വിറ്റ് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം സത്യം പറഞ്ഞ എന്തെങ്കിലും ഇഷ്ടപ്രകാരം ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയത്. അതും അപ്പോഴിന് ഇല്ലാത്ത സമയത്ത്. ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ തന്നെ എയർ ഫ്രഷർ അടിച്ച് അതിന്റെ സ്മെല്ല് മൊത്തം കളയാൻ വേണം. എന്നാലും കുറച്ച് സമാധാനമുണ്ട്. ലൈഫ് എന്ന് പറയുന്നതേ അവനവന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അമ്മ. കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾ വേണം ആലോചിക്കാൻ, അല്ലാതെ നിറവും മുടിയും വണ്ണവും ഉദ്യോഗവും ഒന്നും അല്ല. അമ്മയ്ക്ക് തോന്നിയിട്ടില്ലേ ഈ അച്ഛനോടൊപ്പം ജീവിക്കുന്ന സമയത്ത് മുന്നേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് വെക്കാൻ? അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മയ്ക്കിത് മാത്രമല്ല അമ്മ, നമ്മുടെ ഈ സമൂഹത്തില് സന്തോഷമായിട്ട് ജീവിക്കുന്ന കുറേ ഭാര്യ ഭർത്താക്കന്മാരില്ലേ, അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. കല്യാണത്തിന് മുന്നേ സംസാരിക്കാനുള്ള ഒരു അവസരം
അതും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. ഈ കാര്യം കല്യാണത്തിന് മുന്നേ ഞാൻ അറിഞ്ഞിരുന്നു, മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ഞാൻ വേണ്ടെന്ന് വെക്കുമെന്ന് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ പറയും. ഉറപ്പാ. അമ്മ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ അസഹിഷ്ണുത ആ സാധനമല്ലേ, അത് തോന്നിയിട്ട് കാര്യമില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബന്ധങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടല്ല, തെറ്റായ ബന്ധങ്ങൾ ഉണ്ടാവാതിരിക്കാനാ. തെറ്റായ ബന്ധങ്ങളിൽപ്പെട്ട് സന്തോഷമില്ലാതെ ഒരുക്കി തീരാതിരിക്കാൻ വേണ്ടിയിട്ടാ.